വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡേറ്റ അനലിറ്റിക്സിൻ്റെ ബേസിക്സ് ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പഠിക്കാം. അതിനാണ് അനലിറ്റിക്സ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അനലിറ്റിക്സ് പ്രോസസ് മോഡൽ എന്ന് നോക്കാം. The analytics process model is a step-by-step framework used to solve a problem using data and generate meaningful insights for decision making. It is a roadmap for completing a data analytics project. അതായത് ഡേറ്റ യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും മീനിങ് ഇൻസൈറ്റ്സ് കണ്ടെത്താനും അതിൻ്റെ ബേസിസിൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അനലിറ്റിക്സ് പ്രോസസ് മോഡൽ എന്നത്. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫിനിഷ് ചെയ്യുന്നത് വരെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു റോഡ് മാപ്പ് പോലെയാണിത്. ഈ പ്രോസസ്സ് ഫോളോ ചെയ്താൽ പ്രോജക്റ്റ് സിസ്റ്റമാറ്റിക്കായും എഫിഷ്യൻ്റായും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഈ കാണുന്നതാണ് അനലിറ്റിക്സ് പ്രോസസ് മോഡലിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് 6 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളാണ് അനലിറ്റിക്സ് പ്രോസസ് മോഡലിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിഫൈൻ ദ പ്രോബ്ലം എന്നുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പ് കളക്ട് ഡേറ്റ. തേർഡ് സ്റ്റെപ്പ് പ്രിപ്പയർ ഡേറ്റ. ഫോർത്ത് സ്റ്റെപ്പ് അനലൈസ് ഡേറ്റ. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇൻ്റർപ്രറ്റ് റിസൾട്ട്സ്. സിക്സ്ത് സ്റ്റെപ്പ് മേക്ക് ഡിസിഷൻസ്. ഈ 6 സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിയിട്ട് ആരോ വെച്ചിട്ട് ഇതിനെ ഓരോന്നിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനലിറ്റിക്സ് പ്രോസസ് മോഡലിൻ്റെ ഫ്ലോ ചാർട്ടായി. ഇത് നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ടും വരയ്ക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾ അനലിറ്റിക്സ് പ്രോസസ് മോഡൽ എന്താണെന്ന് എഴുതിയിട്ട് ഈ ഫ്ലോ ചാർട്ട് വരച്ചതിന് ശേഷം ഓരോ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്സ് ഒന്നും അവിടെ പോകത്തില്ല. കറക്റ്റായിട്ട് നിങ്ങളുടെ മാർക്സ് അവിടെ കറക്റ്റായിട്ട് ഈ ഫിഗറിനും മാർക്സ് കിട്ടും. നമുക്കിനി ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിഫൈൻ ദ പ്രോബ്ലം. ഈ സ്റ്റെപ്പിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്താണെന്ന് ക്ലിയറായി മനസ്സിലാക്കുകയും പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോള് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനി ഉണ്ടെന്ന് കരുതുക. ആ കമ്പനിക്ക് അറിയണം ഓരോ കസ്റ്റമറും അടുത്തതായി ഏത് പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന്. ഈ പ്രഡിക്ഷൻ യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിന് കറക്റ്റ് പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്യാനും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? കസ്റ്റമേഴ്സ് അടുത്തതായി ഏത് പ്രൊഡക്ട്സ് ബൈ ചെയ്യും എന്നത് പ്രെഡിക്റ്റ് ചെയ്യുക. അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. പ്രോബ്ലം ക്ലിയർ അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്റ്റെപ്സും തെറ്റായ ഡയറക്ഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൈൻ ദ പ്രോബ്ലം ആണ് അനലിറ്റിക്സ് പ്രോസസ് മോഡലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പാണ് കളക്ട് ഡേറ്റ. ഈ സ്റ്റെപ്പിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഡേറ്റ പല സോഴ്സസിൽ നിന്നും ലഭിക്കാം. ഉദാഹരണത്തിന് ഡേറ്റാബേസസ്, വെബ്സൈറ്റ്സ്, സർവേസ്, സെൻസേഴ്സ്, സോഷ്യൽ മീഡിയ എന്നിവയിൽ നിന്നും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കറക്റ്റും റിലയബിളുമായ ഡേറ്റ കളക്ട് ചെയ്യുക എന്നതാണ്. കാരണം റോങ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡേറ്റ കളക്ട് ചെയ്താൽ അനാലിസിസ് തെറ്റും, ഫൈനൽ റിസൾട്ടും ആക്യുറേറ്റ് ആകില്ല. അതുകൊണ്ട് തന്നെ ഗുഡ് ഡേറ്റ ലീഡ്സ് ടു ഗുഡ് ഡിസിഷൻസ്. തേർഡ് സ്റ്റെപ്പാണ് പ്രിപ്പയർ ഡേറ്റ. റിയൽ ലൈഫിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റ എപ്പോഴും ക്ലീൻ ആയിരിക്കില്ല. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഉണ്ടാകാം, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാകാം, സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് എറേഴ്സ് ഉണ്ടാകാം. അതുകൊണ്ട് അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പേ ഈ ഡേറ്റ ക്ലീൻ ചെയ്യുകയും എറേഴ്സ് കറക്റ്റ് ചെയ്യുകയും മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യുകയും ഡേറ്റ സ്യൂട്ടബിൾ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രം അടുത്ത അനാലിസിസ് ആക്യുറേറ്റ് ആയിരിക്കും. ഫോർത്ത് സ്റ്റെപ്പാണ് അനലൈസ് ഡേറ്റ. ഈ സ്റ്റെപ്പിലാണ് ആക്ച്വൽ അനാലിസിസ് നടക്കുന്നത്. പ്രിപ്പയർ ചെയ്ത ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നു. അനാലിസിസ് വഴി ഡേറ്റയിലുള്ള ഹിഡൻ പാറ്റേൺസ്, ട്രെൻഡ്സ്, റിലേഷൻഷിപ്സ് എന്നിവ കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എപ്പോഴും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴിയാണ് ഡേറ്റയിൽ നിന്നും യൂസ്ഫുൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റ്സ് കിട്ടുന്നത്. ഈ ഇൻസൈറ്റ്സ് ആണ് അടുത്ത സ്റ്റെപ്പിൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ഇൻ്റർപ്രറ്റ് റിസൾട്ട്സ്. ഈ സ്റ്റെപ്പിൽ അനാലിസിസ് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് വെറുതെ നോക്കുന്നതല്ല, അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി ഗ്രാഫ്സ്, ചാർട്ട്സ്, റിപ്പോർട്ട്സ് എന്നിവ യൂസ് ചെയ്യുന്നു.
ഈ റിപ്പോർട്ട്സ് കണ്ടിട്ട് ഡേറ്റ എന്താണ് പറയുന്നതെന്നും അതിൽ നിന്നും എന്ത് കൺക്ലൂഷൻ എടുക്കണമെന്നും ഡിസൈഡ് ചെയ്യുന്നു. ഈ കൺക്ലൂഷൻസ് യൂസ് ചെയ്താണ് കമ്പനി ഫ്യൂച്ചർ ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർപ്രറ്റ് റിസൾട്ട്സ് എന്നത് അനാലിസിസിനെ മീനിങ് ഇൻഫർമേഷനാക്കി മാറ്റുന്ന സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് മേക്ക് ഡിസിഷൻസ്. ഈ സ്റ്റെപ്പിൽ അനാലിസിസിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സ് യൂസ് ചെയ്ത് ഫൈനൽ ഡിസിഷൻസ് എടുക്കുന്നു. ഈ ഡിസിഷൻസ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഫ്യൂച്ചർ പ്ലാനിംഗ് നന്നായി ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതലാണെന്ന് അനാലിസിസിൽ കണ്ടെത്തിയാൽ കമ്പനി ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പോൾ ഡിസിഷൻ ഗസ് ചെയ്തിട്ടല്ല, ഡേറ്റ പറയുന്ന ഇൻഫർമേഷനെ അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത്. അതാണ് അനലിറ്റിക്സ് പ്രോസസ് മോഡലിൻ്റെ ഫൈനൽ ഗോൾ. ഇപ്പോൾ നമ്മൾ അനലിറ്റിക്സ് പ്രോസസ് മോഡലിൻ്റെ 6 സ്റ്റെപ്സും നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രേഞ്ചർ തിങ്സ് കാണുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് കണ്ടു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സീരീസ് റെക്കമെൻഡേഷൻ വരും. അതായത് വെനസ്ഡേ, ഡാർക്ക്, അങ്ങനെ അതുപോലെ ത്രില്ലർ ആയിട്ടുള്ള സീരീസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വരുന്നുണ്ടാവും. ഇത് റാൻഡം ആയിട്ടല്ല വരുന്നത്. നിങ്ങൾ കണ്ട സീരീസും സെർച്ച് ചെയ്തതും വാച്ച് ഹിസ്റ്ററിയും അനലൈസ് ചെയ്തിട്ടാണ് നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡേഷൻസ് തരുന്നത്. അതുകൊണ്ട് ഓരോ യൂസറിനും കിട്ടുന്ന റെക്കമെൻഡേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഡേറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്താണ് നെറ്റ്ഫ്ലിക്സ് യൂസർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക്.